കോടികൾ മുടക്കിയാണ് ദേശീയപാത 66 6 വരിയാക്കി നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഇങ്ങനെ കോടികൾ മുടക്കുമ്പോഴും ദേശീയപാതയിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം ഒഴുകിപ്പോകാൻ ശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പല സ്ഥലത്തും നടത്തിയിട്ടില്ല. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ ഇടിമുഴിക്കലിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴ 30-ലധികം കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തിയത്. അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇടിമുഴിക്കിലെ ഈ കലുങ്ക് നിർമ്മാണം. കാരണം ദേശീയപാതയിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മുഴുവൻ ഒഴുകിപ്പോകാൻ വേണ്ടിയാണ് 6 വരി ദേശീയപാതയുടെ അടിയിൽ ഈ കലുങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കലുങ്കിലൂടെ വരുന്ന വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ല. മുഴുവൻ വെള്ളവും ഇതുവഴി വന്ന് ആളുകൾ നടന്നു പോകുന്ന ഈ വഴിയിലൂടെയാണ് ഒഴുകിപ്പോകുന്നത്. ഈ കലുങ്ക് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി ഫസ്റ്റ് സമയത്ത് മാർക്ക് ചെയ്ത സമയത്ത് എഞ്ചിനീയർമാരോ ഇതിൻ്റെ ഈ റോഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചതാണ്. അവർ പറഞ്ഞത് ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോകില്ല, ഞങ്ങൾ ഡ്രെയിനേജിൽ കൂടെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് നേരെ വിരുദ്ധമായിട്ടാണ് വന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് ഭാഗത്തേക്കാണ് വെള്ളം പുറത്തേക്ക് വിടാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇൻപുട്ട് നോക്കിയാണ് എടുത്തത്, ഔട്ട്പുട്ട് അയാൾ നോക്കിയില്ലാന്ന്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഈ ഔട്ട്പുട്ട് നോക്കിയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഇൻപുട്ട് നിങ്ങളുടെ സ്ഥലത്ത് കൂടെ നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് കൊണ്ടുപോകല്ലോ, എന്നത്തിൻ്റെ സ്ഥലത്ത് കൂടെ. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വീടുകളുടെ മതിലുകൾ തകർത്താണ് മഴവെള്ളം കുത്തി ഒഴുകിപ്പോയത്. വീടുകളുടെ മുറ്റത്ത് കല്ലും മണ്ണും നിറഞ്ഞു, കിണറുകളും മലിനമായി. അല്ല, ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-30 വീട്ടുകാർ അവിടെ താമസിക്കുന്നുണ്ട്. ആ 10-30 വീട്ടുകാർക്കും ഈ വെള്ളത്തിന്റെ ഉപദ്രവം ഭയങ്കരമാണ്. മഴ പെയ്താൽ പിന്നെ പുറത്തേക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക, എവിടേക്കും പോകാൻ പറ്റില്ല. ഈ മഴ കണ്ട് ഞങ്ങൾ പോയാൽ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് വഴിയില്ല. കാരണം വെള്ളത്തിന്റെ ശക്തി കൊണ്ട് ഞങ്ങൾ കാല് പാളിപ്പോവുക, ഇങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഇവരൊക്കെ മുറ്റത്ത് കൂടെ പോയിട്ട് എങ്ങനെയൊക്കെയോ പിടിച്ച് ഒതുങ്ങി ഞങ്ങൾ ഈ വരുന്നത്. കുടയും കൊണ്ട് വീണ് കയ്യിൻ്റെ എല്ല് പൊട്ടിയതിന് ഞങ്ങൾക്ക് ഒരു നാശനഷ്ടവും ഞങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ വയ്യ. എന്തെങ്കിലും ഇതിനൊരു നിവാരണം അതോറിറ്റീൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ വേണം എന്നുള്ളതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി ഞങ്ങൾക്ക് ഈ ദുരിതം അനുഭവിക്കാനേ വയ്യ. ഇവിടുന്ന് ഞങ്ങൾക്ക് ഇവിടെ താങ്ങാൻ കഴിയില്ല. വീട്ടിലൊക്കെ ബുദ്ധിമുട്ട്, വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലാണ്. MLAക്കും കളക്ടർക്കും വില്ലേജിനും പഞ്ചായത്തിനും എല്ലായിടത്തും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞതാണ്. അവർക്ക് യാതൊരു നടപടിയില്ല. ഈ ദേശീയപാത നിർമ്മിച്ചു ആളുകൾ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്, കുറേ ആളുകൾ സന്തോഷിക്കുന്നുണ്ട്, സർക്കാർ അഭിമാനം കൊള്ളുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള നിരവധി ആളുകൾ കണ്ണീരോടെ ഈ ദേശീയപാതയുടെ സമീപത്ത് ജീവിക്കുന്നുണ്ട്. ഇവിടെ കണ്ണീര് കൂടി സർക്കാർ കാണണം, ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഈ മഴവെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലുള്ള ഡ്രൈനേജ് സംവിധാനം ഒരുക്കുകയും ചെയ്യണം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ ഖാനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.